ഹലോ! വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാരും സുഖായിട്ടിരിക്കുന്നെന്ന് കരുതുന്നു. ഞങ്ങളും ഇവിടെ സുഖായിട്ടിരിക്കുന്നു ട്ടോ. ഒരു 4 ദിവസായിട്ട് വീഡിയോസ് ഒന്നും ഇടാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നിങ്ങക്ക് എല്ലാവർക്കും അറിയാലോ പിള്ളേർക്കൊക്കെ അവധിയായിട്ട് ആകെ മൊത്തം തിരക്കായിരുന്നു. എന്റെ ബിസിനസ് ഒരു ബ്ലോക്കായി എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ കൂടെ തോമുനൊരു ചെറിയ പനിയൊക്കെ വന്ന് പിള്ളേര് പിന്നെ വീട്ടിലുണ്ടായാ നമുക്കറിയാലോ നമ്മുടെ അമ്മമാരുടെ ഒരു പരിപാടിയും നടക്കില്ല. പ്രത്യേകിച്ച് വീട്ടിലിരുന്നൊക്കെ ബിസിനസ് ചെയ്യുന്നവർക്ക് ഒട്ടും നടക്കില്ലേ. അവരൊക്കെ സ്കൂളിൽ പോണ സമയത്താണ് ഞാൻ എന്തെങ്കിലും ഇരുന്ന് ചെയ്യുന്നതും ഒക്കെ. ചാക്കോന് ശരിക്കും റെസ്റ്റ് എടുക്കാനുള്ള ഒരു സമയം കിട്ടിട്ടോ. ശരിക്കും വെനസ്ഡേ ടു വെനസ്ഡേ ലീവായിരുന്നു. ഇന്ന് തേഴ്സ്ഡേ തൊട്ടാണ് സ്കൂളിൽ പോയത്. ഇന്ന് ശരിക്കും റിവ്യൂ ഡേ ആയിരുന്നു. നമ്മുടെ തരിയൻ സാറിന്റെ അടുത്ത് പോണായിരുന്നു. തരിയൻ സാറിന്റെ അടുത്ത് പോയി റിവ്യൂ ഒക്കെ കഴിഞ്ഞ് വന്നു. വേറെ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല. അവൻ ഓക്കെയാണ്. ഇനി ഒന്ന് ടേക്ക് കെയർ ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു. ചാക്കോയും ഹാപ്പിയായി ഞങ്ങളും ഹാപ്പിയായി ട്ടോ. അപ്പൊ അങ്ങനെ വിശേഷങ്ങള്. ഞാനിവിടെയുണ്ട്. എനിക്കും ചെറുതായിട്ട് തോമുവിന്റെ അതായത് ചാക്കോ ചേട്ടന് കൊടുത്തു. ചേട്ടൻ അമ്മയ്ക്ക് ഭംഗിയില് തന്നിട്ടുണ്ട്. അപ്പൊ എനിക്ക് റണ്ണിങ് നോസ് ആയിട്ടേ ഉള്ളൂ. ചെറിയൊരു കഫും. പനിയിലേക്ക് പോയിട്ടില്ല. അതിന് മുമ്പ് ഞാൻ മെഡിസിൻസ് ഒക്കെ എടുത്ത് തുടങ്ങി. കാരണം ഈ ഒരു സീസൺ വിട്ടാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാവും. അപ്പൊ ഞാനിന്ന് ആക്ച്വലി എന്റെ ബിസിനസ് നമ്പറിൽ ഒരു സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ബിലോ 400 വരുന്ന കുറച്ച് ഓർണമെന്റ്സ് കൊണ്ടുവന്നാൽ നിങ്ങൾക്ക് ഇഷ്ടാവും എന്നൊക്കെ ചോദിച്ചിട്ട് അപ്പൊ കുറെ പേര് സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പൊ ഞാൻ കുറച്ച് ഫോട്ടോസ് ഒക്കെ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻഡിപെൻഡൻസ് ഡേ വരുന്നുണ്ടല്ലോ. അപ്പൊ ഇപ്പൊ എല്ലാ സ്കൂളിലും സെലിബ്രേഷൻസും കാര്യങ്ങളും ഒക്കെ മുന്നോടിയായിട്ട് നടക്കുന്നുണ്ട്. ഇപ്പൊ പിള്ളേരെ ഡ്രസ്സ് ആ തീമില് ഡ്രസ്സ് ഇട്ടിട്ട് വരാനും ഒക്കെ പറയുന്നുണ്ടല്ലോ. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ അവിടുന്ന് മാറിയത്. ഞാൻ ക്യാമറ അങ്ങോട്ട് ഫേസ് ചെയ്തിരിക്കുന്നോണ്ട് തന്നെ അവരവിടെ വീട് പണിയുണ്ട് ട്ടോ. അവര് വിചാരിക്കും ഞാൻ എന്തേലും കാര്യമായിട്ട് വീഡിയോ എടുത്തോണ്ടിരിക്ക മീൻസ് അവരെ എടുക്കാന്ന് അവര് വിചാരിക്കും. ഞാൻ സെൽഫി എടുക്കാന്ന് അവർക്കറിയില്ലല്ലോ. അപ്പം ഇൻഡിപെൻഡൻസ് ഡേ സ്പെഷ്യൽ മാല അതും ജസ്റ്റ് 65 റുപ്പീസിനാണ്. മുത്തുമാലയാണ്. ബട്ട് നമ്മളെ ഇൻഡിപെൻഡൻസ് ഡേ തീമിലാണ് നമ്മളത് ലോഞ്ച് ചെയ്തിരിക്കുന്നത്. വളരെ ക്വാളിറ്റിയിലുള്ള മാലയാണ് ട്ടോ. പിന്നെ കുറച്ച് ഓണം കളക്ഷൻസ് ഒക്കെ നമ്മള് കൊണ്ടുവന്നിട്ടുണ്ട്. മിക്കതും ഒരു 300 അല്ല 400 ബിലോ ആണ്. 2 നമ്മുടെ പണ്ടത്തെ മുത്തുമാലയില്ലേ? ഈ 5 ലെയർ 4 ലെയർ ആയിട്ട് വരുന്ന മാല 2 എണ്ണം ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അതും 600 ബിലോ ആണ് വരുന്നത് ട്ടോ. കുറേ സാരീസും കാര്യങ്ങളും ഒക്കെ വന്നിട്ടുണ്ട്. സോഫ്റ്റ് സിൽക്ക് സാരി ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടും ഒക്കെ ഉണ്ട് ട്ടോ. അപ്പം വീട്ടിലേക്ക് ഹാമ്പർ അയക്കാൻ ഡാഡിയുടെ കൂട്ടരാ ചാക്കോ വന്നു. ചാക്കോ ഇവിടെ വന്നേ. ഹായ് പറയ്. കം ഹിയർ. അപ്പൊ പോയില്ലേ ചാക്കോനെ ആക്കിയിട്ട്? അപ്പൊ വാ കാണിച്ചു തരാം. ദേ വീഡിയോക്കകത്തുണ്ട് ഡാഡി. വാ. ദേ ഫോണിന്റെ ഉള്ളില് ഡാഡി. വാ കാണിച്ചു തരാം. ഹായ് പറയൂ. ഹായ് സുഖാണോ ചേച്ചി? ആണ് എന്റെ പല്ലൊക്കെ ഓക്കെ എന്ന് പറയും. ഓക്കെ സ്കൂളിൽ പോയിന്ന് പറയും. കൊണ്ടുപോയി ചാക്കോന്റെ പല്ല് എല്ലാവർക്കും കാണിച്ചു കൊടുത്തേ. ആ! ഓ ചാക്കോന്റെ ആ ടോൺസിൽ ഒന്ന് ശ്രദ്ധിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അഡിനോയിഡിന്റെ ഒരു പ്രശ്നം പറഞ്ഞുകൊണ്ട് തന്നെ ഇപ്പൊ ഓക്കെയാണ്. ഇനി പിള്ളേരല്ലേ വളരും തോറും പ്രശ്നങ്ങൾ വരും. എന്തോ എന്തോ ഗസ്റ്റോ? ഗസ്റ്റ് അല്ല കുട്ടാ. അപ്പുറത്തെ വീട്ടിൽ വീട് പണി നടക്കണ്ടേ. അവിടുത്തെ ചേട്ടന്മാരാണ് കേട്ടോ. ആ ചേട്ടന്മാർ നമ്മുടെ വീട്ടിലോട്ട് വരുന്നതല്ല. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ കേട്ടോ. ഞാൻ എന്തൊക്കെയോ പറയണമെന്ന് വിചാരിച്ചാണ് വന്നത് ആക്ച്വലി. ആ സൈക്കിൾ വേണം. ഞാൻ ഇപ്പൊ വരാട്ടോ. ഇവിടെ വണ്ടി കിടക്കാത്തതുകൊണ്ട് തന്നെ തോന്നുന്നു ചാക്കോന് അപ്പുറത്തോട്ട് ആക്സസ് കിട്ടി. അപ്പൊ സൈക്കിളൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പൊ സൈക്കിള് വേണം എന്നായിട്ടോ. ഞാൻ പറ്റത്തില്ല അതുകൊണ്ട് അകത്ത് കയറ്റാൻ പോയതാണേ. അവരൊക്കെ പുറത്ത് ഷോപ്പിങ്ങിന് പോയേക്കാണ്. ഡിംപിളും മമ്മിയും പാച്ചും ഒക്കെ കൂടിയിട്ട്. ഇന്ന് സത്യം പറഞ്ഞാൽ എനിക്കൊരു ഹെക്ടിക് ഡേ ആയിരുന്നു. ചാക്കോനെ ഹോസ്പിറ്റലിൽ മീൻസ് ക്ലിനിക്കിൽ കൊണ്ടുപോയി. അതിനുശേഷം എനിക്കൊരു ഹാമ്പർ സെറ്റ് ചെയ്യാനായിട്ട് പോണായിരുന്നു. അത് സെറ്റ് ചെയ്തിട്ട് വന്നു. പിന്നെ എനിക്ക് കൊറിയർ കവേഴ്സ് വേണമായിരുന്നു. പക്ഷെ അവിടെ പോയപ്പം അവിടെ അത് കിട്ടിയില്ല. സ്റ്റോക്ക് ഔട്ട് ആയിപ്പോയി. വിചാരിച്ച എല്ലാ കാര്യങ്ങളും നടന്നില്ല. ബട്ട് ഹാമ്പർ സെറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ നോക്കുമ്പോ നമുക്ക് ഇങ്ങനെ നോക്കി സംസാരിക്കണ പോലെ ഉണ്ടല്ലേ. എനിവേ അത് വേണ്ട. എനിക്ക് അത്ര സുഖമൊന്നും ഇല്ല. എന്നാലും ഞാൻ ഓർത്തു കുറെ പേര് എനിക്ക് മെസ്സേജ് അയച്ചു തുടങ്ങി. എന്താ ഡിവൈൻ വീഡിയോസ് ഇടാത്തെ? വീണ്ടും മടിയായോ? ഒരിക്കലും മടിയല്ല. എനിക്ക് സത്യം പറഞ്ഞ ഈ ദിവസങ്ങളിൽ ഞാൻ കുറേ കാര്യങ്ങളും കുക്കിംഗ് കാര്യങ്ങളും ഒക്കെ ചെയ്തെങ്കിലും എനിക്കതൊക്കെ എടുത്ത് കാണിക്കണം എന്നുണ്ടെങ്കിലും ഒട്ടും പോസിബിൾ അല്ലായിരുന്നു കേട്ടോ. കാരണം ഈ പിള്ളേരെ വെച്ച് എനിക്ക് പറ്റുണ്ടായിരുന്നില്ല. പിന്നെ പിള്ളേർക്ക് വയ്യാണ്ടായാലും നമുക്ക് പ്രശ്നമാണ്. പിന്നെ മഴയും ബഹളവും അയ്യോ എനിക്കറിയില്ല. നിങ്ങൾക്കൊക്കെ സേഫ് ആണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എല്ലാവരും സേഫ് ആയിട്ട് ഇരിക്കുക. വീണ്ടും ഞാൻ പറയുന്നു ഓണം ഹാമ്പേഴ്സ് ഉണ്ട്. ഓണം ആവാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കില്ല. നമുക്ക് കഴിഞ്ഞ 2 വർഷവും അങ്ങനെയാണ് കേട്ടോ ഉണ്ടായത്.
ഓണം ആവാൻ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു. ശരിക്കും ഓണത്തിന് 2 ദിവസം മുമ്പ് ഓർഡർ ചെയ്യുക അങ്ങനെയൊക്കെ ആയിരുന്നു. ഞാൻ പറയുന്നത് അങ്ങനെ ഓർഡർ ചെയ്താൽ തന്നെ നിങ്ങൾ കുറച്ച് മുൻകൂട്ടി ഓർഡർ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾക്കത് കുറച്ചും കൂടി ഈസി ആയിരിക്കും കേട്ടോ. സാധനങ്ങൾ ഇപ്പം ബേക്കറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുക, ഡ്രസ്സ് നമുക്കും കൂടെ സാധനം കിട്ടണല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ പേരൻസിനോ ആർക്കെങ്കിലും എത്തിക്കണമെങ്കിൽ പോലും ഞങ്ങൾക്കും കൂടെ അയ്യേ ഡയപ്പർ ചാക്കോ ചാക്കോ ഹായ് പറഞ്ഞേ, ഇവിടെ വന്നേ, ഇവിടെ വാ. അമ്മ മിണ്ടില്ല കേട്ടോ, അമ്മ മിണ്ടില്ല. സുഖാണെന്ന് ചോദിച്ചാ എല്ലാവർക്കും. എന്തിട്ട്? അതല്ല, അതൊന്നും ചെയ്യണ്ട. അയ്യോ, അവന് തോമു ഉറങ്ങുന്നോണ്ട് എന്താ ചെയ്യണ്ടെന്ന് അറിയില്ല, ഇങ്ങനെ നടക്കുക. അപ്പൊ അങ്ങനെയൊക്കെ വിശേഷങ്ങൾ എല്ലാരും അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം. സത്യം പറഞ്ഞാ തിങ്കൾ ചൊവ്വ ബുധൻ എനിക്ക് കാര്യമായിട്ട് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇടാൻ പോലും പറ്റിയിട്ടില്ല എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും വലിയ സങ്കടകരമായ കാര്യം കേട്ടോ. ഇന്ന് ഒരാൾ എനിക്ക് ആക്ച്വലി പേഴ്സണലി മെസ്സേജ് അയച്ച് ചോദിച്ചു, ഡിവൈൻ എന്താ സ്റ്റാറ്റസുകൾ അല്ലെങ്കിൽ ചറ സ്റ്റാറ്റസ് ഇടുന്ന ആണല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു എനിക്ക് ഒട്ടും പറ്റുന്നുണ്ടായിരുന്നില്ല വീഡിയോ ഇടാൻ. ഞാൻ 1-ാം തീയതി വീഡിയോ ഇട്ടപ്പോൾ ഞാൻ വിചാരിച്ചു റെഗുലർ ആയിട്ട് ഇടണം. എല്ലാ 1-ാം തീയതി ഞാനിങ്ങനെ വരാറുണ്ട്. പക്ഷെ എന്തെങ്കിലും ഒരു മുടക്കം എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നുണ്ട്. എനിക്കറിയില്ല എന്താന്നുള്ളത്. പിന്നെ എല്ലാ സൈഡും ബ്ലോക്കാന്ന് ഞാൻ പറയില്ല. പക്ഷെ ദൈവം എന്നെ ജീവിക്കാൻ അനുവദിക്കുന്നുണ്ടെന്നുള്ളതിൽ ഞാൻ ആശ്വാസം കണ്ടെത്തുന്നു. കാരണം അതും ഇല്ലെങ്കിൽ എനിക്ക് പിന്നെ ഒന്നുമില്ല. എനിക്ക് എൻ്റെതായ രീതിയിൽ അങ്ങോട്ട് എന്റെ ഒരു കേപ്പബിലിറ്റി വെച്ച് എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതാണ് എന്റെ സങ്കടം. ചാക്കോ സിയാൻ ഞാനിപ്പോ പർപ്പസ്ഫുള്ളി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ചാക്കോ എന്നുള്ളത് മൈൻഡിൽ അങ്ങ് കയറ്റി വെച്ചിരിക്കുകയാണ്. നമ്മള് സ്കൂളിലൊക്കെ വിളിക്കുമ്പോ അവൻ അതല്ല ചാക്കോ അല്ല സിയാനല്ല ചാക്കോ ആന്ന് ഇങ്ങനെ എല്ലാരെയും തിരുത്തിക്കൊണ്ടിരിക്കുകയാണ്. സോ ഞാൻ വിചാരിച്ച ഇടയ്ക്കിടയ്ക്ക് വീട്ടിലും സിയാൻ എന്ന് വിളിച്ച് അങ്ങ് ഓർമ്മിപ്പിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പൊ നിങ്ങളും ഇനി ചാക്കോനെ എന്താ വിളിക്കണ്ട ചാക്കോ? ഇവിടെ വാ. ചാക്കോന്റെ പേരെന്താ? ഇവിടെ വാ, വന്നിവിടെ. എന്നിട്ട് ചാക്കോന്റെ പേര് സിയാൻ എന്ന് വിളിക്കണേന്ന് പറഞ്ഞേ. സിയാൻ ചാക്കോ ഡോൺ പറ. സിയാൻ ചാക്കോ ഡോൺ. അമ്മയുടെ സുന്ദരിയാണോ? ചാക്കോ ഇങ്ങനെ പുറത്തിറങ്ങാൻ ഒരു ഗ്യാപ്പ് നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പം എല്ലാരും അന്വേഷിച്ചതിൽ ഒരുപാട് സന്തോഷം. ഞാനും ഇവിടെ ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു കേട്ടോ. ഞാൻ എന്തായാലും ഓർണമെന്റ്സിന്റെ കുറച്ച് ഓഫറിൽ ഇട്ടിരിക്കുന്ന ഓർണമെന്റ്സിന്റെ ഫോട്ടോസ് ഇതിൽ ആഡ് ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് എനിക്ക് ഓർഡർ തരാമല്ലോ. ചാക്കോ നോ ഞാൻ പോവാ. എല്ലാവർക്കും ബൈ. ചാക്കോ പോവാട്ടാ, ഞാനും പോവാണ് കേട്ടോ. ബൈ. അപ്പൊ ഫോട്ടോസ് കാണാൻ മറക്കണ്ട. ഞാൻ കുറച്ച് ഓർണമെന്റ്സിന്റെ ഫോട്ടോസ് അയക്കാം കേട്ടോ. അയക്കാന്ന് ഞാൻ വാട്സപ്പിൽ അയക്കുന്നത് പറയണ പോലെ അല്ല, ഈ വീഡിയോയിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ ഫോട്ടോസ്. അപ്പം എന്തെങ്കിലും വേണമെങ്കിൽ വേഗം ഓർഡർ ചെയ്തോളൂ. കീപ് സപ്പോർട്ടിങ്. ഞാൻ വീഡിയോസ് ഇടാണ്ടും സ്റ്റാറ്റസ് ഇടാണ്ടാകുമ്പോൾ നിങ്ങൾ എന്നെ മറന്നു പോകുന്നു. ഒബ്വിയസ്ലി എന്റെ കുറ്റാണ്. വീണ്ടും ഓർക്കുക, ഓർഡേഴ്സ് പ്ലേസ് ചെയ്യുക, അങ്ങനെയൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ഇങ്ങനെ ഞാൻ നാച്ചുറൽ ആയിട്ട് ഇരിക്കുന്നതുകൊണ്ടാന്ന് തോന്നുന്നു, ഉണ്ടാക്കി എടുക്കുന്നതല്ലല്ലോ. എനിക്ക് ഇടയ്ക്ക് മൂക്ക് ഇറിറ്റേഷൻ വരുന്നതുകൊണ്ടാണ് കേട്ടോ ഇങ്ങനെ വെക്കുന്നത്. സോറി. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. ഓർണമെന്റ്സിന്റെ ഫോട്ടോ ഞാൻ ഇതിന്റെ കൂടെ. അപ്പം ഞാൻ പറഞ്ഞ ഓർണമെന്റ്സ് ഇതാണ് കേട്ടോ. സിമ്പിൾ ആയിട്ടുള്ള ഒരു മുത്തുമാലയാണ്, പക്ഷെ നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ. പിന്നെ ഇതൊരു ട്രെൻഡിങ് കമ്മലായിട്ട് പൊക്കോണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ എത്ര പേര് കണ്ടു എന്ന് എനിക്ക് അറിയില്ല. അതും കുറച്ച് പീസസേ നമ്മുടെ കയ്യിൽ ബാക്കിയുള്ളൂ. കുറേ പേര് പറഞ്ഞു ഒരു 400 ബിലോയിൽ കൊണ്ടുവന്ന എല്ലാവർക്കും വാങ്ങിക്കാമല്ലോ എന്ന്. അതിൻ്റെ പേരിൽ മാത്രം ഞാൻ കൊണ്ടുവന്ന ഐറ്റംസ് ആണേ. അപ്പോൾ സ്ക്രീനിൽ ഞാൻ നമ്പർ മെൻഷൻ ചെയ്യാം, വേണമെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് വാട്സപ്പ് ചെയ്യുക. അതുപോലെ ഹാമ്പേഴ്സിൻ്റെ കാര്യം മറക്കണ്ട. ഓണം ഹാമ്പർ എന്നല്ല, വെഡിങ് ആനിവേഴ്സറി, ബർത്ത്ഡേ എന്താണെങ്കിലും നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ട്. വേഗം ഒന്ന് വാട്സപ്പ് ചെയ്യുക. ഓണം ആവാൻ കാത്തിരിക്കേണ്ട കേട്ടോ. ഓണത്തിന് അടുത്ത് വന്ന് പറഞ്ഞാൽ നമുക്കും അറേഞ്ച് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്, കിട്ടാതാവുമ്പോൾ നിങ്ങൾക്ക് സങ്കടമാവും. അതുകൊണ്ടാണേ. അപ്പം എല്ലാവർക്കും എന്താ പറയുക, അഡ്വാൻസ് ആയിട്ട് ഒരു താങ്ക്സ് പറയുകയാണ് കേട്ടോ. എന്നെ ഇത്രയും നാൾ സപ്പോർട്ട് ചെയ്ത് ബിസിനസ്സിനായിക്കോട്ടെ യൂട്യൂബിനായിക്കോട്ടെ, നിങ്ങളുടെ സപ്പോർട്ടില്ലെങ്കിൽ എനിക്ക് ഇത്രയും മുന്നോട്ട് വരാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. അപ്പം
ഈ കാണുന്ന ഓർണമെൻറ്റ്സ് ഒക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ ഇപ്പം കുറച്ച് പീസസ് ബാക്കിയുണ്ട്. അപ്പം ഞാൻ കൊടുക്കുന്നുണ്ട്. അപ്പം എല്ലാവരും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കേട്ടോ. എന്നിട്ട് വേണം എനിക്ക് പുതിയ പുതിയ സെറ്റ് ഓഫ് എനിക്ക് ഈ അവധി പ്രമാണിച്ചൊന്നും ലോഞ്ച് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല കേട്ടോ. അതുകൊണ്ടാണ് ഇനി വഴിയെ വഴിയെ ഓരോന്നും നിങ്ങളിലേക്ക് എത്തിക്കണം. അപ്പം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. പിന്നെ ഞാൻ ഈ കാണിക്കുന്ന ഈ ഒരു മാല വരുന്നത് ഞാൻ ഡിസ്കൗണ്ട് റേറ്റിലാണ് കൊടുക്കുന്നത്. നമ്മൾ ആദ്യം ഒരു 900 റേഞ്ചിലാണ് കൊടുത്തുകൊണ്ടിരുന്നത്. അതിൽ നിന്ന് ഒരൊറ്റ മാലയിട്ട് ബാക്കി ഇരിക്കുകയാണ് കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ അതെനിക്ക് ജസ്റ്റ് ഒന്ന് വാട്സപ്പ് ചെയ്താൽ മതി. അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ പറയാം. അപ്പം വേഗം ഓർഡർ ചെയ്തോളൂ കേട്ടോ. അപ്പോൾ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്. കീപ് സപ്പോർട്ടിങ് കേട്ടോ. താങ്ക് യു സോ മച്ച്.